ഹലോ ഗൈസ്, അപ്പം നേരത്തെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടെ പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ കയറി വരുന്ന രംഗമാണ് കാണുന്നത്. വെച്ചാൽ ചിക്കനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ഞാൻ ഹലോ ഗൈസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മളിപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നാടൻ കോഴിയാണ്. നാടൻ കോഴി എപ്പോഴും നമ്മൾ വാങ്ങാറില്ല. ഇപ്പം മേടിച്ചതെന്ന് വെച്ചാൽ മറ്റേ കോഴി നമ്മുടെ ബ്ലോക്ക് കോഴി പോയിട്ട് ചേട്ടന് കിട്ടിയില്ല. അതുകൊണ്ടാണ് നാടൻ കോഴി മേടിച്ചുകൊണ്ടത്. ഞാൻ പക്ഷേ നാടൻ കോഴി അപ്പുറം അമ്മയുടെ വീട്ടിലായിരുന്നപ്പം അവിടെ ഇടയ്ക്കൊക്കെ മേടിക്കുമായിരുന്നു. അന്ന് ഞാൻ അമ്മ ഇങ്ങനെ കറി വയ്ക്കുന്ന കണ്ടിട്ടതേ ഉള്ളൂ. ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് നാടൻ കോഴി കറി വയ്ക്കാൻ പോകുന്നത്. ഇതിനെ ഞാനിങ്ങനെ ഇങ്ങനെ നമ്മളെ കൈകൊണ്ട് തൊട്ടിട്ടതൊന്നുമില്ല കേട്ടോ. ഞാൻ തൊട്ടിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇല്ല, നമ്മളുടെ ഞെള്ളിക്കാല് കണക്കി കുഞ്ഞിക്കാലൊക്കെ നല്ല നീളമുള്ള കാല്, പക്ഷേ മാംസം ഇത്തിരിയേ ഉള്ളൂ. ഭയങ്കര വലിയ അതൊന്നുമില്ല. എല്ലാം നില എല്ലും കഷ്ണമാണ് കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കറി വയ്ക്കാനും പൊരിക്കാനൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് ഈ കൊച്ചുള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഇടയ്ക്ക് അമ്മയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയായാലും എനിക്ക് കാര്യമായി. അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പും കൂടെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു തരും. അപ്പം ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന പാടെ ഞാൻ ഒരേ സെക്ഷനായിട്ട് തിരിച്ചതങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ വലിയ പാടില്ല. അപ്പോൾ അമ്മ പറഞ്ഞ അമ്മ സവാളയൊക്കെ തൊലിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് അമ്മയുടെ ഇല്ലാത്തോട്ട് കൊടുത്ത് പിന്നെ ചോറ് ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ ചോറങ്ങ് മാറ്റാം. പിന്നെ ഈ ചിക്കൻ കറിയും ചിക്കൻ പൊരിക്കുകയും പിന്നെ ചിക്കനകത്ത് നമ്മൾ ഈ ആവിക്കകത്ത് വേവിക്കണം. അതുകൊണ്ട് നമുക്ക് പിന്നെ അടുപ്പ് ഒഴിവ് വലുതായിട്ട് കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് ആദ്യം വെച്ചങ്ങ് മാറ്റിയതാണ്. ഇങ്ങനെ ഊട്ടയിട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് പറയുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ആവി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയായാലും നമ്മൾ ചോറൊക്കെ വെച്ച് പിന്നെ ഈ നമ്മളെ നാടൻ കോഴിയെ സംബന്ധിച്ച് അതൊരു 3-4 ഫിസിൽ എനിക്ക് തോന്നുന്നൊരു 7-8 ഫിസിൽ കേൾപ്പിച്ചാണ്. പക്ഷേ അത്രയും ഫിസിൽ കേൾപ്പിക്കണ്ടായിരുന്നെന്ന് തോന്നട്ടോ. ഒരു 4-5 ഫിസിൽ കേൾപ്പിച്ചാൽ മതിയായിരുന്നു. മറ്റേ നമ്മളെ ബ്ലോക്ക് കോഴിക്കെന്ന് വെച്ചാൽ ഫിസിൽ കേൾപ്പിക്കത്തില്ല. മേളിൽ കൂടി ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും ആ വെയിറ്റിനകത്തിരുന്ന് ഉള്ളൊക്കെ അങ്ങ് വേവും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു 5-6 ഫിസിൽ കേൾപ്പിക്കണം, എന്നാലേ വേവത്തോളും. ഫുള്ളല്ല. പക്ഷേ കാലൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഞള്ളിക്കാലൊക്കെ കണക്കിരിക്കുന്നത്. പിന്നെ അതിനകത്തോടെ നമ്മൾ ഇത് ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇടണം കേട്ടോ. ഞാൻ പക്ഷേ കുരുമുളക് എനിക്കിനി പൊടിക്കണം. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ഇട്ടില്ല. കറി വയ്ക്കുമ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഞെവിടി പുരട്ടി അങ്ങ് കൊടുത്ത് ഇതിനകത്തുനിന്ന് വേണം നമ്മൾ വേവിച്ചിട്ട് ഫിസിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ പൊരിക്കാൻ കൂടെ ഇതിനകത്തുനിന്ന് മാറ്റണം, ഫ്രൈ ചെയ്യാൻ കൂടെ. അങ്ങനെ ഇതെല്ലാം നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് ഇളക്കിയൊക്കെ വയ്ക്കരുത്. ആ കുക്കറിനകത്ത് അങ്ങോട്ട് പറ്റുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ച് മറ്റേ കുക്കറിനകത്ത് ചോറ് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് കുക്കറേ ഉള്ളൂ എൻ്റെ കയ്യിൽ. 2 കുക്കറേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെക്കാമെന്ന് വെച്ചപ്പോൾ മറ്റേ ചോറിനകത്ത് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കുക്കർ എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ കുക്കറൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് പിന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും തൂത്തും തുടപ്പും ഒക്കെയാണ്. എനിക്കെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. ചില സമയത്ത് അവിടെ ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ എല്ലാ പാത്രങ്ങളും കൊണ്ട് ഉണക്കിയതിന് ശേഷമൊക്കെ അടുക്കളയിലോട്ട് കൊണ്ടുവരത്തുള്ളൂ. ഈ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇത് ഉണക്കിയെടുക്കാനൊക്കെ എന്താ ചെയ്യുക, ഒരു നിവൃത്തിയും കാണത്തില്ല. പിന്നെ ഇതാണ് നമ്മളെ മറ്റേ ചുവന്നുള്ളി അല്ലല്ലോ, സവാളയും അല്ലല്ലോ, എന്തായിരുന്നു, അയ്യോ വെളുത്തുള്ളി സോറി, വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ അതിനകത്ത് ഇടുന്നില്ല. അത് നമ്മൾ നമ്മുടെ വയറ്റുമ്പോൾ അതിനകത്തോട്ട് ഇടിച്ച് പേസ്റ്റാക്കിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ ദാണ്ട് ഈ സവാളയും ചുവന്നുള്ളി ഇത്തിരി തോനെ അമ്മ ഇട്ടേട്ടാ. ഞാൻ പറഞ്ഞു ഇത്തിരി തോനെ ഇടാനായിട്ട്. വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് പൊളിച്ചൊക്കെ മാറ്റാമായിരുന്നു. അങ്ങനെ ദാണ്ട് സവാള ഒരു 3-4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 4 സവാളയും പിന്നെ ബാക്കിയെല്ലാം ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വയറ്റിയെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ കുക്കറിനകത്ത് വെച്ചിരുന്ന ചിക്കനകത്തെല്ലാം നല്ല പോലെ ഇങ്ങനെ ഫിസിൽ വരും. ഫിസിൽ ഞാൻ ഒരു ഇത്തിരി കൂടിപ്പോയോ എന്തോന്ന് അറിയാൻ വയ്യ. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ മിക്സിക്കകത്തിട്ട് ചതയ്ക്കാം. പിന്നെ ചില സമയത്ത് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഞാൻ മറ്റേ ഇടിക്കല്ലി വെച്ച് ഇങ്ങനെ ചതയ്ക്കും. അപ്പോൾ നല്ല ചെറുതായിട്ടും ചതച്ചേ വരുന്നത്. പക്ഷേ ഇതിനകത്തിട്ട് ചതയ്ക്കുമ്പോഴുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടിക്കകത്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ചെവിട്ടി പിടിക്കും. ഈ മിക്സിക്കകത്ത് നല്ലപോലെ പേസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കി നിൽക്കണം. മറ്റേതിൽ ചതച്ചെടുക്കുമ്പോഴത്തേക്കും അത്രയും അങ്ങോട്ട് ചെവിട്ടി പിടിക്കത്തില്ല. അങ്ങനെ നമ്മൾ ചട്ടി വെച്ച് ഞാൻ ഈ ചട്ടിക്കകത്താണ് ഈ ചിക്കനും നമ്മളെ ബീഫും ഒക്കെ വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചട്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെവിട്ടി പിടിക്കത്തില്ല. മറ്റേ സ്റ്റീലിനകത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെവിട്ടി പിടിക്കും. അങ്ങനെ ഈ ചട്ടിക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ വെന്തോ നോക്കി അതിനകത്ത് നമുക്ക് മറ്റേ പൊരിക്കാനായിട്ട് പറക്കണം. ഞാൻ നോക്കിയത് കണ്ട ഞള്ളിക്കാല് കണക്ക് ഇരിക്കുന്നതാണ്ട, പൊരിക്കാനായിട്ട് പറക്കണം. ആ സമയം കൊണ്ട് അതിനകത്ത് തൊട്ടിട്ട് ഭയങ്കര ചൂടിട്ടാ. ഭയങ്കര ചൂട് കാരണം ഞാൻ വിചാരിച്ച് നമുക്ക് ഈ സവാള അങ്ങോട്ട് ഇടാം. സവാള ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് വയറ്റി നമ്മൾ അടച്ചിട്ട് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം
നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ച്. പണ്ട് നമ്മളെ വീട്ടിൽ അമ്മ നാടൻ കോഴി, നാടൻ കോഴി ഉണ്ടല്ലോ, അതിനെ വളർത്തുമായിരുന്നു. ആ സമയത്തൊന്നും ചേട്ടനും ആർക്കും നമുക്കൊന്നും നാടൻ കോഴി ചിക്കൻ വേണമെന്നൊന്നുമില്ല. നമ്മളപ്പോഴത്തേക്കും എല്ലാം ബ്ലോക്ക് കോഴി. ചേട്ടനാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന കോഴിയെ കഴിക്കത്തതേ ഇല്ല. ചേട്ടൻ കൊല്ലാനും ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ നോക്കി, ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പം നാടൻ കോഴി മേടിച്ചുകൊണ്ട് വരുന്നത്. ഇതുവരെ നാടൻ കോഴി മേടിച്ചുകൊണ്ടേ വരത്തില്ലായിരുന്നു. പക്ഷേ നാടൻ കോഴി കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് കൊണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ അമ്മയെ വഴക്ക് പറഞ്ഞു. പണ്ടൊക്കെ ഇവിടുന്ന് കോഴി ഓരോരുത്തർക്ക് വന്ന് പൈസയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നാലും വീട്ടിലുള്ളത് ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. അതാ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നൊക്കെ പറയത്തില്ല, ആ രീതിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയായാലും താണ്ടി നമ്മളെ ചീനിച്ചട്ടി ഉണ്ടല്ലോ, ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ പൊരിക്കുമ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ ഇത്തിരി കൂട്ടിയൊക്കെ വെക്കാം. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ചവിട്ടിലൊന്നും പിടിക്കത്തില്ല എന്നൊരു മനസ്സിലിതുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ചട്ടിക്കകത്തായാലും ചവിട്ടി പിടിക്കും. അങ്ങനെ അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉള്ളിയും കാര്യങ്ങളും എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ ഇത്തിരി ഉലുവ ഇടണം. പക്ഷേ ഉലുവ ഇടുന്ന ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഇടുവോന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാനെന്തോ എല്ലാ പൊടികളും ഇടുന്നു. പിന്നെ ഉലുവ മാത്രം എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഉലുവാപ്പൊടിയും കൂടി ഇടാമെന്ന് വെച്ചിട്ട് ഉലുവയും കൂടി ഇട്ട്, പിന്നെ നമ്മളെ മുളക് പൊടി ഞാൻ വലിയ ടിന്നിനകത്ത് അന്ന് പൊടിച്ചുകൊണ്ട് വന്നില്ലായിരുന്നു. ടിന്നിനകത്ത് ഇങ്ങനെ ആക്കി വെക്കും. അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് വലിയൊരു ടിന്നിനകത്ത് വേറൊരു ടിന്നിനകത്ത് ഞാൻ ഇങ്ങനെ തട്ടിയിടും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തട്ടിയിട്ടില്ല, മടി കാരണം. എന്തൊക്കെയാലും അതെനിക്കൊന്ന് തട്ടിയിടണം, അല്ലെങ്കിൽ എൻ്റെ വല്ലിനകത്ത് ഇരിക്കുന്ന എല്ലാ പെട്ടെന്ന് നമ്മളിങ്ങനെ നനഞ്ഞ കൈയോടെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ മുളക് പൊടി എല്ലാം പെട്ടെന്ന് പൂത്തു പോവും. അത് അരയ്ക്കാൻ വേണ്ടി നമുക്ക് വെള്ളത്തിന് പകരം അതിനകത്തുള്ള നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതായാലും എടുത്ത് നമ്മൾ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഒഴിച്ചപ്പോഴത്തേക്കും നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ തട്ടി നമ്മൾ ദാണ്ട് ഈ ചീനിച്ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അരിപ്പൊടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു കറമുറാന്ന് പറഞ്ഞിരിക്കും. പക്ഷേ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ നമ്മൾ അരപ്പുകളൊന്നും പെട്ടെന്ന് ഇങ്ങനെ വേറെ ഇങ്ങനെ മാറി പോത്തില്ല. എല്ലാം ഇങ്ങനെ നല്ല ഒരുമിച്ചിരിക്കും. അത് പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അരമണിക്കൂറൊന്നും നമുക്ക് വെക്കാൻ സമയമില്ല. വെന്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് അരമണിക്കൂറും കാമണിക്കൂറൊന്നും നമുക്ക് പുരട്ടി വയ്ക്കാൻ സമയമില്ല. ഇതങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് പുരട്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെക്കും. പിന്നെ നമ്മൾ നല്ല സവാളയൊക്കെ നല്ല മഞ്ഞയില്ലല്ലോ, ചുവന്ന കളറ് നല്ലപോലെ നല്ല രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നും. വെള്ളം നമ്മൾ എപ്പോഴും അടുത്ത് വെച്ചേക്കണം. ഞാനാണെങ്കിൽ വെള്ളം ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഗൈസ്. ചൂടെന്ന് വെച്ചാൽ അസഹനീയമായ ചൂടായിരുന്നു. നമ്മളൊരു 7 മണിക്ക് എണീറ്റിട്ട് ഒരു 9 മണി 9:30 മുന്നേ നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ തീർത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ കുളിച്ച് ഫ്രഷായി കയറി കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഒരു 10 മണി 10:30 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും. നമ്മൾ വിയർത്ത് വെന്തുരുകും. നമ്മളെ കോഴി ചിക്കൻ വേവുന്ന കണക്ക് നമ്മളും അതിനോടൊപ്പം കിടന്ന് വേവും. അത് കണക്കത്തെ ചൂടായിരുന്നു. പിന്നെ താണ്ട നമ്മൾ അമ്മയെന്ന് വെച്ചാൽ നമ്മൾ ആ അരപ്പിടുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഫ്ലോപ്പ് പറ്റിപ്പോയെന്ന് വെച്ചാൽ, അരപ്പിടുന്നതിന് മുന്നേ അമ്മ ആ കുക്കറിനകത്തുള്ള ചിക്കൻ അങ്ങ് തട്ടിയിട്ട്, പിന്നെയാണ് ഞാൻ പറഞ്ഞ അമ്മ ചിക്കൻ തട്ടിയിട്ട് നമ്മൾ അരപ്പിട്ടില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ മറ്റേ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വെച്ച് ചൂടാക്കിയതിന് ശേഷമേ നമ്മളിപ്പം ഏതൊരു കറി വെക്കാം. മുളക് കറിയായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയ്ക്കകത്തും. മുളക് കറിയും പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ നമ്മളത് ചൂടാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച കുത്തുന്ന മണം ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഞങ്ങൾ അതിനകത്തോട്ട് ഇട്ട്, അപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ദാണ്ട് നമ്മൾ ഇളക്കാൻ നേരം ഇതെന്ന് വെച്ചാൽ നമ്മൾ താത്ത് വെച്ചിട്ട് ആ ചൂടോടുകൂടി ഇളക്കുമ്പോഴത്തേക്കും ഇളകി വരത്തില്ല. ഒന്നി നമ്മൾ താത്ത് വെച്ചിട്ട് പൊരിക്കുമ്പോഴും പൊരിച്ച മീനും എല്ലാം പൊരിക്കുമ്പോൾ നമ്മൾ താത്ത് വെച്ചിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അതെനിക്ക് എപ്പോഴും തോന്നിയാണ്. അങ്ങനെ പെട്ടെന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും നല്ല മഴ വരുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന വേസ്റ്റ് എല്ലാം അവിടെ എല്ലാം ഒരുമാതിരി പേപ്പറും കാര്യങ്ങളും എല്ലാം ഈ പിള്ളേർ മുട്ടായൊക്കെ തിന്നിട്ട് കൊണ്ടിടും. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോയത് അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി. നല്ലപോലെ മഴ പെയ്തുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ദാണ്ട് ഈ ചിക്കൻ ഞാൻ ഇത്തിരി അടിയൊന്ന് കരിഞ്ഞായിരുന്നു. അങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ അമ്മയും കൂടെ വന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്ന്. പിന്നെ എൻ്റെ ചിക്കൻ കറി നമ്മൾ ഓൾമോസ്റ്റ് വെന്ത് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് വാങ്ങി വെച്ചതിന് ശേഷം മോരുണ്ടായിരുന്നു, മോരും അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് വെച്ച്. പിന്നെ നമ്മൾ ഈ കോരി മാറ്റുന്നതെന്ന് വെച്ചാൽ
കോരി നമ്മളെപ്പോഴും ഇങ്ങനെ ഇട്ട് ഇളക്കി നിന്ന് കഴിഞ്ഞാൽ അമ്മ പറയും അത് പെട്ടെന്ന് വളിച്ചു പോവും, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ എടുത്ത് പിറ്റേന്നത്തേക്ക് നമുക്ക് ആ ചട്ടിയിലിരിക്കുന്ന ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റും. എല്ലാം കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും എല്ലാ കറിയും അങ്ങ് ചീത്തയായി പോകുമെന്ന് പറയും. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഈ കൊട്ട വെച്ചൊന്നും അടയ്ക്കത്തില്ല. അമ്മ ഈ കൊട്ടയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അടയ്ക്കുന്നത് ഭയങ്കര ഇതാണ്, വെള്ളം ഇറങ്ങും, പെട്ടെന്ന് വളിച്ചു പോവും. അതൊക്കെ സത്യം തന്നെയാണ്. ഞാനും മെനക്കേട് കൊണ്ട് അതൊന്നും ചെയ്യാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി തൂത്ത് കയറുമ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ